عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين برضا الله ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهون قولي. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സൂറത്തുൽ വാഖിയയെ കുറിച്ചാണ്. ഇദാ വഖഅത് എന്ന് തുടങ്ങുന്ന സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ വാഖിയയുടെ അവതരണം മക്കയിൽ വെച്ചാണ്. 81-82 ആയത്തുകൾ മദീനയിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ 96 ആയത്തുകളാണ് സൂറത്തുൽ വാഖിയയ്ക്കുള്ളത്. മഹാനായ മസ്റൂജ് മുൻഗാമികൾ, പിൻഗാമികൾ, സ്വർഗാവകാശികൾ, നരകാവകാശികൾ, ഭൗതികർ, അബോധികർ എന്നിവരെ കുറിച്ചാണ് സൂറത്തുൽ വാഖിയയിൽ പറയുന്നത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അസുഖമായതിനാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മസ്ഊദ് തങ്ങളെ കാണാൻ ചെന്നപ്പോൾ മസ്ഊദ് തങ്ങളോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളെ എന്താണ് അലട്ടുന്നത്? അപ്പോൾ മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ദോഷങ്ങളാണ് എന്നെ അലട്ടുന്നത്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, ഡോക്ടറെ വിളിക്കട്ടെ? ഡോക്ടറാണോ എനിക്ക് രോഗം തന്നത് എന്ന് മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി കൊടുത്തു. വല്ല ധർമ്മവും ആവശ്യമുണ്ടോ? മറുപടി, എനിക്കൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ മരണശേഷം മക്കൾക്കെന്തു ചെയ്യും? അപ്പോൾ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അവരെ വാഖിയ സൂറത്ത് മഗ്‌രിബിന്റെ ശേഷം പാരായണം ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവർ ചെയ്യലുമുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം സൂറത്തുൽ വാഖിയ ഓതിയാൽ ദാരിദ്ര്യം വരില്ല എന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാത്രിയിലും വാഖിയ സൂറത്ത് പതിവാക്കിയാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. രോഗിയുടെ അടുത്ത് ചെന്ന് വാഖിയ സൂറത്ത് ഓതിയാൽ രോഗിക്ക് സമാധാനം ലഭിക്കും. മയ്യത്തിന്റെ അടുത്ത് ചെന്ന് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കും. ഗർഭിണിയായ സ്ത്രീയുടെ അടുക്കൽ സൂറത്തുൽ വാഖിയ കിട്ടിയാൽ സുഖപ്രസവം ലഭിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് മദീനയുടെ രാജകുമാരൻ സല്ലല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അബ്ബാസ് തങ്ങളെ, ഭക്ഷണത്തിൽ വിഷാദം ലഭിക്കാനും ദാരിദ്ര്യം നീങ്ങിപ്പോവാനും എന്താണ് ചെയ്യണ്ടേ അബ്ബാസ് തങ്ങളെ? അപ്പോൾ അബ്ബാസ് തങ്ങൾ അയാൾക്ക് മറുപടി കൊടുത്ത് ഇങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് ദാരിദ്ര്യം നീങ്ങണോ, ഭക്ഷണത്തിന് വിഷാദം ഉണ്ടാകണോ, നിങ്ങൾ സൂറത്തുൽ വാഖിയയും മുസമ്മിൽ സൂറത്തും വല്ലൈദ യഗ്ഷ സൂറത്തും അലം നശ്റഹ് എന്നീ സൂറത്തുകൾ പതിവാക്കുക, ദാരിദ്ര്യം നീങ്ങിപ്പോകുമെന്ന് അബ്ബാസ് തങ്ങൾ അയാളോട് പറഞ്ഞു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ വാഖിയ ഐശ്വര്യത്തിന്റെ സൂറത്താണ്. നിങ്ങൾ ഓതുക, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതിനാൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് അസ്വദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യമുണ്ടോ? നീങ്ങി കിട്ടണോ? ഭക്ഷണത്തിൽ വിഷാദം ലഭിക്കണോ? സുഖപ്രസവം നേടണോ? നിങ്ങൾ ഓതിക്കൊള്ളൂ സൂറത്തുൽ വാഖിയ. ദിവസവും പതിവാക്കിയാൽ നിങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് അസ്വദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിയ പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ തടപെടുന്നു. വഅഖദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി